ഗോപനൊക്കെ ന്യായീകരിക്കുന്നതായിട്ട് കഴിഞ്ഞാൽ തോന്നും സർവ്വസമ്പത്തും സമൃദ്ധിയുള്ള ഒരു ഖജനാവ് അങ്ങോട്ട് കയ്യിലേൽപ്പിച്ച് പോയിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭരിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് കോൺഗ്രസിനോടുള്ള ചോദ്യം, നിങ്ങൾ ഇപ്പോഴാണോ ഈ സാമ്പത്തിക സ്ഥിതിയെ പറ്റി മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. കേരള വാട്ടർ അതോറിറ്റി പോലെ KSRTC പോലെ ആർക്ക് മോക്ഷം കിട്ടാനാണ് ഇതിങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ട് ഈ കാര്യം നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നുള്ളത് ആ മാൻഡേറ്റുള്ള സർക്കാരുകൾ ആലോചിക്കണം. അങ്ങനെ സംസ്ഥാനത്തിന്റെ കുടിശ്ശിക മാത്രം 48,000 കോടി രൂപയാണ്. ഇത് ഒരു പ്രതിവർഷത്തെ കടമെടുക്കൽ പരിധിക്ക് മുകളിലാണ്. ഒരു വർഷം നമുക്ക് 48,000 കോടി രൂപ കടമെടുക്കാൻ പറ്റില്ല. അതിനേക്കാൾ വലിയ കുടിശ്ശിക ഇവിടെ നിൽക്കുകയാണ്. ഈ സംവിധാനം എങ്ങനെ റൺ ചെയ്യും? കേരളം ഒരു വെൽഫെയർ സ്റ്റേറ്റ് പോളിസി പിന്തുടരുന്ന സംസ്ഥാനമാണ്. അതിപ്പോൾ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ക്ഷേമത്തിൽ ഊന്നിയിട്ടുള്ള ചെലവുകൾ പലപ്പോഴും, അതുകൊണ്ട് തന്നെ നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചിത്രം വരാറുണ്ട്. എത്രമാത്രം ഉൽപാദനപരമാണ് ചെലവെന്ന ചോദ്യമൊക്കെ ഉയരാറുണ്ട്. വളരെ ഉയർന്ന ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായിട്ടും അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഇല്ലാത്ത സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ പുതിയൊരു സർക്കാരാണ്, പുതിയൊരു കാഴ്ചപ്പാടും പുതിയൊരു പന്ഥാവുമാണെങ്കിൽ എത്രമാത്രം പിന്തുണ ആ സർക്കാരിന് കിട്ടും? ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ KSRTC പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചസ് വന്നാൽ അതിനെ ലാഭകരമാക്കാൻ നോക്കിയാൽ അത് എതിർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ശമ്പള പരിഷ്കരണം കേന്ദ്ര മോഡലിൽ 10 വർഷത്തിൽ ഒരിക്കലാക്കാൻ ഉള്ള ഒരു നീക്കമുണ്ടായാൽ, അതുപോലെ തന്നെ പെൻഷൻ പ്രായം ഉയർത്തിയാൽ 55 വയസ്സ് എന്നുള്ളത് അല്ലെങ്കിൽ 56 വയസ്സ് എന്നുള്ളതിനേക്കാളും 60 വയസ്സ് വരെയൊക്കെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ പെൻഷൻ പ്രായം കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഉയർത്താൻ പറ്റുമോ? വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് എത്രമാത്രം റിഫോം നടത്താൻ കഴിയുമെന്നുള്ളത് മൗലികമായ ഒരു പ്രശ്നമാണല്ലോ. അതിനപ്പുറത്തൊരു മൻമോഹൻ സിംഗ് ആവാൻ VD സതീശന് പറ്റുമോ? നോക്കൂ, അത്തരത്തിലുള്ള ബോൾഡായിട്ടുള്ള ധീരമായിട്ടുള്ള റിഫോംസ് നടത്തുക എന്നുള്ളത് സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനുള്ള മാൻഡേറ്റ് UDF സർക്കാരിനുണ്ട്. അത്തരത്തിലുള്ള വലിയ പരിഷ്കരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പരിഷ്കരണം നടത്തി കഴിഞ്ഞാൽ അതിൽ വിമർശനം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഈ സാമ്പത്തിക സ്ഥിതിയെ ഇതേപോലെ തന്നെ 5 വർഷം കൂടി എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ലല്ലോ. നോക്കി, ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ ധവളപത്രം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഈ ട്രഷറി എന്ന് പറയുന്ന സാധനം ഓരോ ദിവസവും പൂട്ടാൻ നിൽക്കുന്ന ഒരു സാധനമാണ് എന്നുള്ളതാണ്. അതായത് ട്രഷറിയിൽ വേണ്ട മിനിമം ബാലൻസ് എന്ന് പറയുന്നത് 1.66 കോടി രൂപയാണ്. ആ കോടിക്ക് താഴെ വന്നു കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടമെടുക്കുക ചെയ്യുന്നത്. അത് 3 ഉപാധികളിലൂടെ കടമെടുക്കുന്നുണ്ട്. ഒന്ന് RSF-ലൂടെ, സ്പെഷ്യൽ റിലീസ് ഫണ്ടിൽ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അത് എന്താ പറയുക, റിപ്പോ റേറ്റിനെ കുറച്ചിട്ട് പിന്നെ 2% പലിശയ്ക്ക് എടുക്കുന്നത്. അതുകൊണ്ട് മതിയാവാണ്ട് വന്നാൽ അതിന് 3262 കോടി രൂപയുടെ ലിമിറ്റ് ഉണ്ട്. അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന മീൻസ് ആൻഡ് എന്താണ് വേസ് വഴിക്ക് 2400 കോടി കൂടി എടുക്കാൻ പറ്റും. അത് റിപ്പോ റേറ്റ് പ്ലസ് വേസ് ആൻഡ് മീൻസ് പ്രകാരം. അത് റിപ്പോ റേറ്റ് പ്ലസ് 1% പലിശയ്ക്കാണ്. അതും മതിയാവാണ്ട് വരുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. അത് റിപ്പോ റേറ്റ് പ്ലസ് 2% ആണ്. സംസ്ഥാന സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? ഓരോ വട്ടവും ഈ പറയുന്ന ട്രഷറിയിലെ പൈസ മിനിമം ബാലൻസിലേക്ക് താഴേക്ക് പോകുന്ന സമയത്ത് റിസർവ് ബാങ്കിൽ നിന്ന് RSF എടുക്കുന്നു. 3200 കോടി രൂപയുടെ പണം എടുക്കുന്നു. അത് തികയാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ വേസ് ആൻഡ് മീൻസ് പ്രകാരം വീണ്ടും പണം എടുക്കുക. ഈ പറയുന്ന റിപ്പോ റേറ്റ് പ്ലസ് 1% പലിശയ്ക്ക് കടമെടുക്കുകയാണ്. അതും മതിയാവാണ്ട് വരുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നു. ഇപ്പോൾ 2025 മാത്രം 262 തവണ ഈ പറയുന്ന വേസ് ആൻഡ് മീൻസ് പ്രകാരവും 85 തവണ ഓവർ ഡ്രാഫ്റ്റ് പ്രകാരവും പൈസ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഇത് കടബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെ ദിവസം ഇങ്ങനെ കടമെടുത്തുകൊണ്ട് ഈ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു ഘട്ടത്തിൽ അത് അവസാനം നിലയ്ക്കും. ട്രഷറി അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അന്ന് ഈ ആളുകളൊക്കെ തെരുവിലിറക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കണമെങ്കിൽ ഇപ്പം ഭാവിയെ കരുതിയിട്ട് കുറച്ച് ബോൾഡായിട്ടുള്ള ധീരമായിട്ടുള്ള പരിഷ്കരണങ്ങൾക്ക് തയ്യാറാവണം. ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ, ഈ ധവളപത്രം തന്നെ പറയുന്നത് നോക്കൂ, നമ്മുടെ ലയബിലിറ്റികളുടെ സ്ഥിതി എന്താണ്? ഇപ്പം ഗോപനൊക്കെ ന്യായീകരിക്കുന്നതായിട്ട് കഴിഞ്ഞാൽ തോന്നും സർവ്വസമ്പത്തും സമൃദ്ധിയുള്ള ഒരു ഖജനാവ് അങ്ങോട്ട് കയ്യിലേൽപ്പിച്ച് പോയിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭരിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് കോൺഗ്രസിനോടുള്ള ചോദ്യം, നിങ്ങൾ ഇപ്പോഴാണോ ഈ സാമ്പത്തിക സ്ഥിതിയെ പറ്റി മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുള്ളത്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ, ഭരണത്തിലേറി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നൊരു വാഗ്ദാനം നിങ്ങൾ നടത്തിയിരുന്നു. അതിൽ KSRTC സൗജന്യ യാത്ര എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ അവർക്ക് അലവൻസ് അനുവദിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ഓരോ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു. സംരംഭകരായിട്ടുള്ള യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ ഈടില്ലാത്ത പലിശരഹിത വായ്പ എന്ന് പറയുന്ന ഓഫർ ഉണ്ടായിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം അതുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ഈ പറയുന്ന ധവളപത്രം പറയുന്നത് എന്താണ്?
ഈ പറയുന്ന ഡിയർനെസ് അലവൻസിന്റെ കുടിശ്ശിക മാത്രം ഏതാണ്ട് 21,000 കോടി രൂപ, ഡിയർനെസ് അലവൻസിന്റെ റിലീഫ് മാത്രം 14,000 കോടി രൂപ, കോൺട്രാക്ടർമാർക്ക് ബില്ല് പാസ്സാക്കാനും ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള കടം മാത്രം 3,000 കോടി രൂപ. അങ്ങനെ സംസ്ഥാനത്തിന്റെ കുടിശ്ശിക മാത്രം 48,000 കോടി രൂപയാണ്. ഇത് ഒരു പ്രതിവർഷത്തെ കടമെടുക്കൽ പരിധിക്ക് മുകളിലാണ്. ഒരു വർഷം നമുക്ക് 48,000 കോടി രൂപ കടമെടുക്കാൻ പറ്റില്ല. അതിനേക്കാൾ വലിയ കുടിശ്ശിക ഇവിടെ നിൽക്കുകയാണ്. ഈ സംവിധാനം എങ്ങനെ റൺ ചെയ്യും? അപ്പോൾ ഇതിന് എന്താണ് ഫാർ സൈഡഡ് ആയിട്ടുള്ള ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പരിഹാരങ്ങൾ, സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോംസ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ പറയുന്ന പോലെ പ്രൈവറ്റൈസേഷൻ ഒരു ഘട്ടത്തിൽ നടപ്പാക്കേണ്ടി വരും. ഇപ്പോൾ PSUs എന്ന് പറയുന്നത് വെള്ളാനകളാണ്, സംസ്ഥാനത്തിന് അധിക ബാധ്യത ഉണ്ടാക്കുകയാണ്, ഒരു വരുമാനം അത് സൃഷ്ടിക്കുന്നില്ല എന്നീ ധവളപത്രം തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള വാട്ടർ അതോറിറ്റി പോലെ KSRTC പോലെ ആർക്ക് മോക്ഷം കിട്ടാനാണ് ഇതിങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ട് ഈ കാര്യം നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നുള്ളത് ആ മാൻഡേറ്റുള്ള സർക്കാരുകൾ ആലോചിക്കണം. അതേപോലെ തന്നെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കണം, ടാക്സേഷൻ കൂടുതൽ കാര്യക്ഷമമാക്കണം, അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം, ഫിനാൻഷ്യൽ കൺസോൾട്ടേഷൻ നടത്താനുള്ള ശ്രമം നടത്തണം. അങ്ങനെ ആധുനികമായിട്ടുള്ള ധനാഗമന മാർഗങ്ങളെ അവലംബിക്കാതെ ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. ശ്രീ ഗോപന് ഞാനൊരു കാര്യത്തിന് മറുപടി കൊടുക്കാണ്ട് പോകുന്നത് ശരിയല്ല. അദ്ദേഹം പറയുന്നത് എന്താണ്, റിസർവ് ബാങ്ക് അനുവദിക്കുന്ന കണക്കിൽ പ്രകാരമുള്ള കടം മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് അനുവദിക്കാത്ത കടമൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ കടമെടുക്കാൻ വേണ്ടിയിട്ടാണ് കിഫ്ബി എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കിയത്. അതായത് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കൽ പരിധി 3% പിന്നീട് എക്സസീവ് ഘട്ടങ്ങളിൽ 0.5% കൂടി അനുവദിക്കാമെന്ന് പറയുന്ന പ്രൊവിഷന്റെ പരമാവധി കടമെടുത്തതിന് ശേഷം റിസർവ് ബാങ്കിൽ നിന്ന് RSFും എന്താണ് മീൻസ് ആൻഡ് വേസും അതേപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റും, അതായത് 2025 12 മാസത്തിലെ 10 മാസവും ഈ പറയുന്ന കടമെടുത്തുകൊണ്ടാണ് ഈ ട്രഷറി ഓടിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കടമെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കടമെടുക്കാൻ വേണ്ടി നിങ്ങൾ കിഫ്ബി എന്ന് പറയുന്ന ഏജൻസിനെ തന്നെ ഉണ്ടാക്കി ആ ഏജൻസിനെ കൊണ്ട് കടമെടുപ്പിച്ചു. എന്നിട്ട് പറയാണ് അവരെടുക്കുന്ന കടം ഞങ്ങൾക്ക് ബാധകമല്ലാന്ന്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ബാധകമല്ലാത്ത? സ്റ്റേറ്റിന്റെ ഏജൻസി അല്ലേ കിഫ്ബി. കിഫ്ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയല്ലേ, വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ധനമന്ത്രിയല്ലേ, കിഫ്ബിയുടെ CEO എന്ന് പറയുന്നത് ഫിനാൻസ് സെക്രട്ടറി അല്ലേ. നിങ്ങൾ നേരിട്ട് പോയിട്ട് ഒരാളുടെ അടുത്ത് പണം മേടിക്കുന്നതിന് പകരം ഒരാളുടെ അടുത്ത് കത്ത് എഴുതി കൊടുത്തിട്ട് ഈ വരുന്ന ആൾ എൻ്റെ ആളാണ്, ഒരു 500 രൂപ കൊടുത്തു വിടുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മേടിച്ച കടം തന്നെയല്ലേ. അടിസ്ഥാനപരമായി ഈ കിഫ്ബി ഉണ്ടാക്കി വെച്ചിട്ടുള്ള 21,000 കോടി രൂപയും സംസ്ഥാനത്തിന്റെ കടത്തിലേക്കാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതാണ് എന്താണ് CNG റിപ്പോർട്ടിൽ പറയുന്നത്, കിഫ്ബി എടുത്തുള്ള കടം സംസ്ഥാനത്തിന്റെ കടം തന്നെയാണ്. അപ്പൊ റിസർവ് ബാങ്കിനെ വെട്ടിക്കാൻ, രാജ്യത്തെ നിയമങ്ങളെ വെട്ടിക്കാൻ, അനധികൃതമായിട്ട് കടം വാങ്ങി കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സങ്കേതമാണ് കിഫ്ബി. ആ കിഫ്ബിയാണെന്ന് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരാണ്. ശരി, ശങ്കൂദ ക്ഷമിക്കണം, ഇടവേളയ്ക്ക് ശേഷം എനിക്ക് അവസാന സമയം തരത്തില്ലെന്നുള്ള അഭിലാഷിന്റെ സ്ഥിരം രീതി. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അതുകൊണ്ട് അഭിലാഷ് സമയം തരത്തില്ല എനിക്ക്. അല്ല, അഭിലാഷിന്റെ ശീലം എനിക്കറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ പലപ്പോഴും നിങ്ങളുടെ ചർച്ച വരാത്തത്.